പണ്ട് 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 സർക്കീൻ ഖാൻ എന്നു പേരായ ഒരു രാജാവിൻ്റെ രാജ്യത്ത് സുമുഖനും ബലവാനും ധീരനുമായ ഒരു വില്ലാളി ഉണ്ടായിരുന്നു. ഈ വില്ലാളി ഒരിക്കൽ കാട്ടുകോഴികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരു തടാകത്തിൻ്റെ കരയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അയാൾ കുറ്റിക്കാടുകൾക്കിടയിൽ അങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ മരത്തിൽ മഞ്ഞ നിറമുള്ള തലയുള്ള 3 അരയന്നങ്ങൾ വന്നിരിക്കുന്നത് കണ്ടു. സാധാരണ അരയന്നങ്ങൾക്ക് ദേഹം മുഴുവൻ വെളുത്ത നിറമുള്ള തൂവലുകളാണുള്ളത്. പക്ഷേ ഈ 3 അരയന്നങ്ങൾക്കും തലയിൽ മഞ്ഞ നിറമുള്ള ഏകദേശം സ്വർണത്തോടടുത്ത നിറമുള്ള തൂവലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് വലിയ കൗതുകം തോന്നി. അവയെ പിടിക്കാം എന്ന് കരുതി അയാൾ അങ്ങനെ കാത്തിരുന്നു. അപ്പോൾ ഈ മരത്തിൽ നിന്ന് ഈ 3 അരയന്നങ്ങളും താഴേക്ക് പറന്നു വന്നു. എന്നിട്ട് അവയുടെ തൂവലുകൾ അഴിച്ചു മാറ്റി. അപ്പോൾ അവ 3 സുന്ദരികളായിട്ട് മാറി. ഈ 3 സുന്ദരിമാരും വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. വില്ലാളി ഇഴഞ്ഞു ചെന്നിട്ട് ഒരു അരയന്നത്തിൻ്റെ തൂവലുകൾ ഇങ്ങനെ കൈക്കലാക്കി. അയാൾക്ക് ഒന്നേ കയ്യിൽ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ 3 അരയന്ന പെൺകിടാങ്ങളും കയറി വന്നു. എന്നിട്ട് 2 പേര് അവരവരുടെ തൂവലുടുപ്പുകൾ എടുത്ത് അണിഞ്ഞ് മുകളിലേക്ക് പറന്നു. പക്ഷെ 3ാമത്തെ പെൺകുട്ടിക്ക് തൻ്റെ തൂവലുടുപ്പ് കിട്ടിയില്ല. അവൾ അവിടെയൊക്കെ നടന്ന് അത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 അരയന്നങ്ങളും താഴേക്ക് ഇറങ്ങി വന്ന്, നീ എന്താ വരുന്നില്ല, എന്ത് പറ്റി? അവൾ പറഞ്ഞു, അയ്യോ എൻ്റെ തൂവലുകൾ കാണുന്നില്ല. മറ്റ് 2 പേരും ഈ ചെറിയ അരയന്ന പെൺകുട്ടിയുടെ സഹോദരിമാരായിരുന്നു. അവർ പറഞ്ഞു, അയ്യോ സഹോദരി, കഷ്ടമായി പോയല്ലോ. അവർ മുകളിലേക്ക് പറന്ന് അവിടെ എല്ലാം നോക്കി, പക്ഷേ തൂവലുടുപ്പ് എവിടെ നിന്നും കിട്ടിയില്ല. ചേച്ചിമാർക്ക് അനിയത്തെ നോക്കി അധികം നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു. അവർ അനിയത്തിയോട് പറഞ്ഞു, നിൻ്റെ വിധിയാണിത് എന്ന് കരുതി നീ സമാധാനിക്കും, ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ മൂത്ത 2 ജ്യേഷ്ഠത്തിമാരും പറന്നുപോയി. ഇളയ അനിയത്തി കാട്ടിൽ ഒറ്റയ്ക്കായി. അവൾ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ തൂവലുകൾ അന്വേഷിച്ച് അവിടെയൊക്കെ നടന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തൂവലുകൾ കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കുന്ന ആൾ എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഞാൻ അവനെ ധനികനാക്കാം. അവൻ എത്ര വിരൂപനാണെങ്കിലും ഞാൻ അയാളെ സുന്ദരനാക്കാം. അയാൾ എന്ത് ചോദിക്കുന്നോ ഞാനതെല്ലാം കൊടുക്കാം. അയാളുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വില്ലാളി കുറ്റിച്ചെടികളുടെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അരയന്ന പെൺകിടാവേ, നീ ഒട്ടും വിഷമിക്കേണ്ട, നിൻ്റെ തൂവലുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിനക്ക് തിരിച്ചു തരാം. പക്ഷേ നീ എന്നെ പണക്കാരനാക്കുകയോ സുന്ദരനാക്കുകയോ ഒന്നും വേണ്ട. എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പെൺകുട്ടി അയാളെ നോക്കി. തൻ്റെ തൂവലുകൾ സുന്ദരനായ ഒരു വില്ലാളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം വന്നു. അവൾ പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. നീ വലിയ വീടോ ഒരുപാട് സ്വത്തോ ഒന്നും എന്നോട് ചോദിച്ചില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഈ അരയന്ന പെൺകിടാവ് ഈ വില്ലാളിയുടെ ഭാര്യയായി. വില്ലാളിയുടേത് ഒരു ചെറിയ വീടായിരുന്നു. അവൾക്കതിലൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവരുടെ ചെറിയ വീട്ടിൽ അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു നിമിഷത്തേക്ക് പോലും വിട്ടുപിരിഞ്ഞിരിക്കുന്നത് അവർക്ക് സങ്കടകരമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തമ്മിൽ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. തൻ്റെ വില്ലാളി വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്ന് സർക്കീൻ ഖാൻ രാജാവ് അറിഞ്ഞു. അദ്ദേഹത്തിന് ഇത് സത്യമാണോ എന്ന് അറിയണമായിരുന്നു. അതിന് അദ്ദേഹം തന്നെ ഒരിക്കൽ തൻ്റെ വില്ലാളിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഭാര്യയെപ്പറ്റി താൻ കേട്ടത് അല്പം പോലും തെറ്റല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അത്രയ്ക്ക് സൗന്ദര്യമുള്ളൊരു സ്ത്രീ അയാളെ മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സൂര്യപുത്രിയെ പോലെ സുന്ദരിയായിരുന്നു അവൾ. എത്ര നോക്കി നിന്നാലും മതി വരികയില്ല. തൻ്റെ രാജ്യത്തുള്ള ഒരു പെൺകുട്ടി പോലും ഇത്രയും സൗന്ദര്യമുള്ളവളല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അരയന്ന പെൺകിടാവിൻ്റെ സൗന്ദര്യം കൺകുളിർക്കെ കണ്ടതിന് ശേഷം സർക്കീൻ ഖാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് ഉടൻ തന്നെ തൻ്റെ മന്ത്രിമാരെയും ഉപദേഷ്ടാക്കളെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു സമ്മേളനം നടത്തി. അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരഭിപ്രായം ചോദിക്കാനുണ്ട്. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അതല്ലേ ഞങ്ങളുടെ ജോലി, അങ്ങ് ഞങ്ങളോട് ചോദിച്ചോളൂ, ഞങ്ങൾ അഭിപ്രായം പറയാം. സർക്കീൻ ഖാൻ പറഞ്ഞു, എൻ്റെ വില്ലാളികളിൽ ഒരുവന് ഈ ഭൂമുഖത്ത് ഒരിക്കലും കാണാത്തത്ര സൗന്ദര്യമുള്ളൊരു ഭാര്യയുണ്ട്. അവളെപ്പോലൊരു സുന്ദരി ഞാനിതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അവളുടെ ശബ്ദം, അവളുടെ നടത്തം, അവളുടെ കണ്ണുകൾ, അവളുടെ മുടി ഒക്കെ എത്ര മനോഹരമാണെന്നോ. അവളുടെ മുഖത്ത് നിന്ന് സൂര്യരശ്മികൾ പുറപ്പെടുന്നുണ്ട് എന്ന് തോന്നും. പക്ഷേ അവളൊരു കേവലം വില്ലാളിയുടെ ഭാര്യയാണ്. എനിക്ക് അവളെ സ്വന്തമാക്കണം എന്നുണ്ട്. അവളെ എങ്ങനെ സ്വന്തമാക്കണം എന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ മന്ത്രിമാരിൽ ചിലർ പറഞ്ഞു, അവളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ രഹസ്യമായിട്ട് താമസിപ്പിക്കാം. മറ്റൊരാൾ പറഞ്ഞു, അത് വേണ്ട, വില്ലാളിയെ കൊന്നിട്ട് അങ്ങേക്ക് അവളെ വിവാഹം കഴിക്കാം. മറ്റൊരാൾ പറഞ്ഞു, വില്ലാളിയെ കൊല്ലണ്ട, അവനെ നാട് കടത്തിയാൽ മതി.
ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഈ സർക്കീൻ ഖാൻ്റെ അടുത്തിരുന്ന പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഉപദേശങ്ങളൊന്നും ബുദ്ധിപൂർവമായ ഉപദേശങ്ങളല്ല. ഈ സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ആൾക്കാർ അങ്ങേ കുറ്റം പറയും, ജനങ്ങൾ അങ്ങയ്ക്കെതിരായിട്ട് മാറും. ഇനി അവനെ കൊന്നിട്ടാണ് അവൻ്റെ വിധവയെ അങ്ങ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആൾക്കാർ കലാപം നടത്തും. ആൾക്കാർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി അവനെ നാട് കടത്തുകയാണെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി കൂടുതൽ ബലവാനായിട്ട് തിരിച്ചു വന്ന് അവൻ്റെ ഭാര്യയെ കൊണ്ടുപോകും. അതുകൊണ്ട് നാം ഇവിടെ കൗശലമാണ് പ്രയോഗിക്കേണ്ടത്. ഈ ഉപദേശം കൊള്ളാമെന്ന് സർക്കീൻ ഖാന് തോന്നി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്കിൽ പറയൂ, അങ്ങ് എനിക്ക് തരാൻ പോകുന്ന ഉപദേശം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, ഞാനൊരു ഉപായം പറയാം. സൂര്യൻ അസ്തമിക്കുന്ന നാട്ടിൽ ഒരു വലിയ നദിയുണ്ട്. നദിയുടെ കരയിൽ ചെങ്കുത്തായ ഒരു മലയുണ്ട്. ആ മലയുടെ ഒരു വശത്തായിട്ട് ഒരു പെൺകടുവയും കുട്ടികളും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമിയിലെ മറ്റേത് മൃഗത്തെക്കാളും ക്രൗര്യവും ശൗര്യവുമുള്ളൊരു കടുവയാണത്. അങ്ങ് വില്ലാളിയോട് പോയി ആ കടുവയുടെ പാല് കുറച്ച് കൊണ്ടുവരാൻ പറയണം. ഇവന് പാല് കൊണ്ടുവരാൻ പോയാൽ ആ കടുവ അവനെ പിച്ച് ചീന്തി കൊന്നുകൊള്ളും. അപ്പോൾ അങ്ങയ്ക്ക് ജനങ്ങളോട് അങ്ങയുടെ കാര്യം നടത്താൻ വേണ്ടി പോയ വില്ലാളി മരിച്ചു പോയെന്നും അവൻ്റെ ഭാര്യയെ അങ്ങ് ഏറ്റെടുക്കുകയാണെന്നും പറയാം. ആരും അങ്ങയെ ദോഷം പറയുകയില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നമ്മൾ എന്ത് പറഞ്ഞ് ഈ വില്ലാളിയെ കടുവയുടെ അടുത്തേക്ക് വിടും? മന്ത്രി പറഞ്ഞു, അത് എളുപ്പമാണ്. അങ്ങയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങയുടെ അസുഖത്തിന് ഈ കടുവയുടെ പാലാണ് മരുന്ന് എന്ന് അവനോട് പറയണം. വളരെ ബുദ്ധിപൂർവമായ ഒരാശയമാണ് ഇത് എന്ന് രാജാവിന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ ഒരു ഗുരുതരമായ രോഗം നടിച്ചു കിടന്നുകൊണ്ട് തൻ്റെ വില്ലാളിക്ക് ആളയച്ചു. വില്ലാളി വന്നു. അപ്പോൾ ഉറക്കം ഞരങ്ങുകയും കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഗുരുതരവും മാരകവുമായ ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഈ രോഗം മാറാനുള്ള ഔഷധം സൂര്യൻ അസ്തമിക്കുന്ന നാട്ടിൽ ഒരു നദിയുടെ കരയിൽ ചെങ്കുത്തായ ഒരു വലിയ മലയുടെ വശത്ത് താമസിക്കുന്ന ഒരു പെൺകടുവയുടെ പാലാണ്. ആ കടുവയുടെ പാൽ കുടിച്ചാൽ മാത്രമേ എനിക്ക് ആരോഗ്യവും ശക്തിയും വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നീ ഉടൻ തന്നെ പോയി കുറച്ച് പാൽ കൊണ്ടുവരണം. വില്ലാളി ഉടൻ തന്നെ തൻ്റെ കൂടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തു. അയാൾ നല്ല വസ്ത്രങ്ങളും നല്ല ആയുധങ്ങളും ഒക്കെ എടുത്തു വെച്ചു. ഇത് കണ്ടുകൊണ്ട് ഭാര്യ വന്ന് ചോദിച്ചു, അങ്ങ് എവിടെ പോവുകയാ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മളുടെ രാജാവിന് അസുഖം വളരെ കൂടുതലാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു പെൺകടുവയുടെ പാല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കടുവ താമസിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന നാട്ടിലാണ്. അവിടെ വലിയൊരു നദിയുണ്ട്. നദിയുടെ കരയിൽ ചെങ്കുത്തായ ഒരു മലയുണ്ട്. ആ മലയുടെ ഒരു വശത്താണ് ഈ കടുവയും കുഞ്ഞുങ്ങളും താമസിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് പോയി പാല് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വില്ലാളിമാരുണ്ടെങ്കിലും അദ്ദേഹം എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ. അത് എന്നിലുള്ള വിശ്വാസം കാരണമല്ലേ, എനിക്കത് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് വരാം. എനിക്ക് നിന്നെ വിട്ടു പിരിഞ്ഞു പോകാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇത് കേട്ടപ്പോൾ അരയന്ന പെൺകുട്ടിക്ക് എന്തോ ഒരു അപകടം മണത്തു. തൻ്റെ ഭർത്താവിനെ കടുവാപ്പാലിന് വേണ്ടി ഈ സർക്കീൻ ഖാൻ അയക്കുന്നത് എന്തോ ഒരു ദുരുദ്ദേശത്താലാണ് എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൾ മഞ്ഞ പൂക്കളുള്ള ഒരു തൂവാല തൻ്റെ ഭർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തൂവാല എപ്പോഴും കയ്യിൽ കാണണം. അതങ്ങയെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. ഈ കടുവ അങ്ങയുടെ നേരെ ചാടാൻ വെള്ളം തുടങ്ങുകയാണെങ്കിൽ ഇത് വലിച്ചെടുത്ത് വീശണം. അപ്പോൾ അവൾ അങ്ങേ അനുസരിച്ചോളും. അങ്ങേ പാൽ കറക്കാൻ സമ്മതിക്കും. അവൾക്ക് എന്നെ അറിയാം. വില്ലാളി അങ്ങനെ ഈ മഞ്ഞ പൂക്കളുള്ള തൂവാലയും കൊണ്ട് കുതിരപ്പുറത്ത് കയറി തൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്ന നാട്ടിലേക്ക് കുതിരയെ ഓടിച്ചു പോയി. കുന്നുകളും താഴ്വരകളും തടാകങ്ങളും മണൽ ചുഴികളും ഒക്കെ പിന്നിട്ട് അവൻ്റെ കുതിര അങ്ങനെ പാഞ്ഞ് ഒരുപാട് ദൂരം യാത്ര ചെയ്തു. വേഗം ജോലി തീർത്ത് തിരിച്ച് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വരാനുള്ള തിടുക്കം കാരണം വില്ലാളി ശരിക്കും ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തില്ല. എത്ര ദിവസമായി എണ്ണാൻ പോലും അയാൾ മെനക്കെട്ടില്ല. അങ്ങനെ ഒരുപാട് ദിവസം സഞ്ചരിച്ചിട്ട് അയാൾ അവസാനം വലിയൊരു നദിയുടെ ചെങ്കുത്തായ കരയിലെത്തി. അവിടെ ഉയരമുള്ള ഒരു മലയുണ്ടായിരുന്നു. ആ മലയുടെ ഒരു വശത്താണ് കടുവയും കുട്ടികളും പാർക്കുന്നത്. വില്ലാളി അടുത്തെത്തുന്നതിന് മുമ്പേ കടുവ അയാളെ കണ്ടു. കടുവ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അയാളെ പിച്ച് ചീന്താൻ വേണ്ടി പാഞ്ഞു വന്നു. പക്ഷേ വില്ലാളി തൻ്റെ ഭാര്യ കൊടുത്ത മഞ്ഞ പൂക്കളുള്ള തൂവാല വലിച്ചെടുത്ത് വീശി. പെട്ടെന്ന് കടുവ അവിടെ നിന്നു, ഗർജനം നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഈ തൂവാല എവിടെ നിന്ന് കിട്ടി? അവൻ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ തന്നതാണ്. അപ്പോൾ കടുവ ചോദിച്ചു, നീ എന്തിനാ വന്നത്? അവളെൻ്റെ കൂട്ടുകാരിയാണ്, നിൻ്റെ ഭാര്യ എനിക്കറിയാം. അപ്പോൾ വില്ലാളി പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് വളരെ കലശലായ ഒരു അസുഖം പിടിപെട്ടു. നിൻ്റെ കുറച്ച് പാല് കിട്ടിയാലേ അദ്ദേഹത്തിന് അസുഖം മാറുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പാല് കറന്നെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കടുവ പറഞ്ഞു, നീ വേഗം ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി താഴോട്ട് വാ. നിൻ്റെ കയ്യിൽ പാത്രം വല്ലതും ഉണ്ടെങ്കിൽ വേഗം പാൽ കറന്നെടുത്തോ. അങ്ങനെ വില്ലാടി താഴെ ഇറങ്ങി കടുവയുടെ അടുത്ത് ചെന്ന് പാല് കറന്നു.
തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം നിറയെ പാലെടുത്തിട്ട് അതടച്ച് അയാൾ തൻ്റെ ജീനിയോട് ചേർത്ത് അമർത്തി കെട്ടി. എന്നിട്ട് കടുവയോട് നന്ദി പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തിയ ഉടൻ തന്നെ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രവുമായിട്ട് രാജാവിനെ ചെന്ന് കണ്ടു. രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? വില്ലാളി കടുവയുടെ കയ്യിൽപ്പെട്ട് മരിച്ചു പോകുമെന്നാണ് കരുതിയത്. പക്ഷേ അതായപ്പോൾ അയാൾ കടുവ പാലും കൊണ്ട് വന്നിരിക്കുന്നു. അതൊന്ന് രുചിച്ച് നോക്കാതെ അയാൾക്ക് മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വില്ലാളിയുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ ആ പാല് കുടിച്ചു നോക്കുകയും തൻ്റെ അസുഖം മാറി എന്ന് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ വില്ലാളി സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഉടൻ തന്നെ രാജാവ് തൻ്റെ മന്ത്രിമാരെ വീണ്ടും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രധാനമന്ത്രിയുടെ ഉപദേശം വളരെ ബുദ്ധിപൂർവമായ ഒന്നായിരുന്നെങ്കിലും നമ്മളതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കടുവ വില്ലാളിയെ പിച്ചി ചീന്തുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അയാൾ സുരക്ഷിതരായിട്ട് തിരിച്ചു വന്നു. ഇനി അയാളെ എന്ത് കാര്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടും? മന്ത്രിമാർ വീണ്ടും ആലോചന തുടങ്ങി. എത്ര തല പുകഞ്ഞ് ആലോചിച്ചിട്ടും അവർക്കൊരു പോംവഴി കണ്ടെത്താൻ പറ്റിയില്ല. ബുദ്ധിപൂർവമായിട്ട് ഒരു ഉപായം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം പ്രധാനമന്ത്രി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇത്ര ഇരുന്ന് തല പുകച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മിടുക്കന്മാർ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ്. മനസ്സിൽ കുടിലതയും ദുഷ്ടതയും ഒക്കെയുള്ള ആൾക്കാരെ നമുക്ക് വിളിച്ചു കൂട്ടാം, അവരോട് ഉപദേശം ചോദിക്കാം. അങ്ങനെ രാജാവും മന്ത്രിമാരും ചേർന്ന് നാട്ടിലെ സർവ്വവിധ തെമ്മാടികളെയും മോഷ്ടാക്കളെയും തട്ടിപ്പുകാരെയും കൊട്ടാരത്തിലേക്ക് രഹസ്യമായിട്ട് ക്ഷണിച്ചു. അവർക്ക് മൂക്കറ്റ മദ്യവും നല്ല ഭക്ഷണവും കൊടുത്തു. അവസാനം രാജാവ് അവരുടെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു ഉപദേശം വേണം. നമ്മുടെ നാട്ടിൽ എനിക്ക് വളരെയധികം ശല്യം ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുണ്ട്. അതിനൊരു മാർഗം ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? പക്ഷേ കൊള്ളരുതാത്തവരും തെമ്മാടികളുമായ ഇവരാരും ഒരു മറുപടി പോലും പറഞ്ഞില്ല. അവർ കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നു. മന്ത്രിമാർ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അവസാനം ഒരാൾ, അയാൾ സൂത്രശാലിയായ ഒരു ഒറ്റക്കണ്ണനായിരുന്നു, ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കറിയാം, എനിക്കൊരു വിദ്യ അറിയാം. സർക്കിൻ ഖാന് സന്തോഷമായി. അദ്ദേഹം അയാളെ അകത്തേക്ക് വിളിച്ചു. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിട്ടു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്താ നീ പറയാൻ പോകുന്ന വിദ്യ? എങ്ങനെ ഈ ശല്യക്കാരനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും? അപ്പോൾ ഈ ഒറ്റക്കണ്ണൻ പറഞ്ഞു, ആർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് പോയി ആർക്കും അറിയാത്തൊരു സാധനം കൊണ്ടുവരാൻ അങ്ങ് അയാളോട് പറയണം. ആ സാധനത്തിന് ആകൃതിയോ രൂപമോ ഇടമോ ഇല്ല. അത് കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ. അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ തിരിച്ചു വരികയില്ല. അങ്ങനെ അങ്ങേക്ക് അയാളെ ഒഴിവാക്കാം. ഒറ്റക്കണ്ണൻ്റെ നിർദ്ദേശം രാജാവിനും മന്ത്രിമാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ അയാൾക്ക് വളരെയധികം സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് രാജാവ് വീണ്ടും അസുഖം നടിച്ച് കിടന്നു. വില്ലാളിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വീണ്ടും രോഗം കലശലായി. കടുവപ്പാലുകൊണ്ട് എൻ്റെ അസുഖം മുഴുവനായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. നീ ആർക്കും അറിയാത്ത സ്ഥലത്ത് പോയിട്ട് ആർക്കും അറിയാത്തൊരു സാധനം കൊണ്ടുവരണം. ആ സാധനത്തിന് ആകൃതിയോ രൂപമോ ഇടമോ ഇല്ല. അപ്പോൾ വില്ലാളി ചോദിച്ചു, ഞാൻ എവിടെയാണ് പോകേണ്ടത്, എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാമോ? അപ്പോൾ സർക്കിൻ ഖാൻ പറഞ്ഞു, അതെനിക്കും അറിഞ്ഞുകൂടാ. നിന്നെക്കൊണ്ടേ അത് സാധിക്കുമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ആ സാധനത്തിന് രൂപമില്ല, ഇടമില്ല, ആകൃതിയില്ല. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. വില്ലാളി കൂടാരത്തിലേക്ക് മടങ്ങി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. 3 പകലും രാത്രിയും അയാൾ ആലോചിച്ചു കൊണ്ടേയിരുന്നു. പകൽ സമയത്ത് അയാൾ സങ്കടം സഹിക്കാതെ ഒരു കുന്നിൻ്റെ മുകളിൽ പോയിരിക്കും. രാത്രി അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഉറക്കം വരുന്നില്ല. കമ്പിളി മെത്തയിൽ അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നെടുവീർപ്പിട്ടു. അയാളുടെ വിഷമം ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ടും അയാൾ ഭാര്യയോട് പറഞ്ഞില്ല. അവളെ വിഷമിപ്പിക്കേണ്ട എന്നാണ് അയാൾ കരുതിയത്. പക്ഷേ തൻ്റെ ഭർത്താവ് 3-4 ദിവസമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ആകെ ബുദ്ധിമുട്ടായി. അങ്ങനെ 4-ാമത്തെ ദിവസം വില്ലാളി തൻ്റെ കുതിരയെ തയ്യാറാക്കുന്നത് അവർ കണ്ടു. അയാൾ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണെങ്കിൽ ഈ ആർക്കും അറിയാത്ത സ്ഥലത്ത് എത്തുമായിരിക്കും. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, വ്യക്തമായിട്ട് എന്നോട് പറയൂ. ഗത്യന്തരമില്ലാതെ വില്ലാളി പറഞ്ഞു, നമ്മുടെ രാജാവിന് വീണ്ടും രോഗം കലശലായി. അദ്ദേഹത്തിന് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് പോയി ആർക്കും അറിയാത്ത സാധനം കൊണ്ടുവരണം. ഇത് കേട്ടപ്പോൾ വില്ലാളിയുടെ ഭാര്യ പറഞ്ഞു, അങ്ങ് കുതിരപ്പുറത്ത് പോയാൽ അവിടെ എത്തുകയില്ല, നടന്നു പോയാൽ മതി. ഒരു കാര്യം ചെയ്യൂ, ഞാൻ അങ്ങേക്ക് ഒരുണ്ട നൂല് തരാം. അങ്ങ് 3 ചുവട് വെച്ച ശേഷം അത് താഴോട്ടിടണം. അപ്പോൾ ആ നൂലുണ്ട ഉരുളാൻ തുടങ്ങും. അത് ഉരുണ്ടു പോകുന്ന വഴി അങ്ങ് പോകണം. പിന്നെ ഞാൻ അങ്ങേക്കൊരു സ്വർണ്ണ ചീപ്പ് തരാം.
എന്നും രാവിലെ അങ്ങ് ഈ ചീപ്പ് കൊണ്ട് വേണം അങ്ങയുടെ മുടി ചീകാൻ. അങ്ങനെ വില്ലാളി തൻ്റെ ഭാര്യയോട് വിട വാങ്ങിയിട്ട് 3 ചുവട് വെച്ച ശേഷം അവൾ കൊടുത്ത നൂലുണ്ട താഴേക്കിട്ടു. അപ്പോൾ അത് അതിവേഗം ഉരുണ്ടു പോകാൻ തുടങ്ങി. വില്ലാളി ആ നൂലുണ്ടയുടെ പിന്നാലെ നടന്നു. കുറേ ചതുപ്പ് നിലങ്ങളും മണൽ ചുഴികളും കുന്നുകളും ഇടുക്കുകളും മേച്ചിൽപ്പുറങ്ങളും കാടുകളും ഒക്കെ കടന്ന് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തിരക്ക് കാരണം അയാൾ ഭക്ഷണം കഴിക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല. രാത്രി ഉറങ്ങിയില്ല. എത്ര ദിവസങ്ങൾ കടന്നുപോയി, എത്ര ആഴ്ചകൾ കടന്നുപോയി എന്ന് അയാൾക്ക് തിട്ടമില്ലാതായി. നൂല് ഉരുണ്ടുകൊണ്ടേയിരുന്നു. പിന്നാലെ അയാൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് അതൊരു വലിയ കൊടുങ്കാട്ടിലെത്തി. വില്ലാളി കാട്ടിനുള്ളിലൂടെ നൂലിൻ്റെ പിന്നാലെ നടന്നു. അവസാനം അതൊരു ചെറിയ കൂടാരത്തിൻ്റെ മുന്നിലെത്തി. അതോടെ നൂല് കാണാതായി. അത് വായുവിൽ അലിഞ്ഞു പോയതുപോലെ വില്ലാളിക്ക് തോന്നി. ഇനി എന്താണ് ചെയ്യുക? ഈ കൂടാരത്തിൻ്റെ വാതിലിൽ മുട്ടി അകത്ത് കയറാം എന്നയാൾ ചിന്തിച്ചു. അയാൾ ആ കൂടാരത്തിൻ്റെ തുണി കൊണ്ടുള്ള മറ പൊക്കി അകത്തേക്ക് തലയിട്ടിട്ട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? അപ്പോൾ അതിനുള്ളിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അയാൾ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ വില്ലാളിയാണ്. ഞാൻ ആർക്കും അറിഞ്ഞുകൂടാത്ത സാധനം അന്വേഷിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവൾ കൂടുതലൊന്നും ചോദിച്ചില്ല. അയാൾക്ക് കുറച്ച് ആഹാരം കൊടുക്കുകയും അയാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഒരുപാട് ദൂരം നടന്ന് ക്ഷീണിച്ചു വന്ന വില്ലാളി കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അയാൾ കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് തൻ്റെ കീശയിലുണ്ടായിരുന്ന സ്വർണ്ണ ചീപ്പെടുത്ത് മുടി ചീകാൻ തുടങ്ങി. അപ്പോൾ ഈ ചെറിയ കൂടാരത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീ ഓടി വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്വർണ്ണ ചീപ്പ് എവിടെ നിന്ന് കിട്ടി? വില്ലാളി പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ തന്നതാണ്. അപ്പോൾ ആ ചെറിയ സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു, അയ്യോ, അവൾ എൻ്റെ അനുജത്തിയാണ്. നീ എൻ്റെ അനുജത്തിയുടെ ഭർത്താവാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടി നന്നായിട്ട് സൽക്കരിച്ചേനെ. അവൾ ഉടൻ തന്നെ വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അയാളെ സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ 2-3 ദിവസം കൂടെ താമസിക്കും. നിൻ്റെ കാലുകളൊക്കെ വല്ലാതെ ക്ഷീണിച്ചല്ലോ, ഒരുപാട് ദൂരമായില്ലേ നടക്കുന്നു. തിരക്കുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി പറഞ്ഞതുകൊണ്ട് വില്ലാളി അതനുസരിച്ചു. അയാളെ 2-3 ദിവസം ആ കൂടാരത്തിൽ താമസിച്ചു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വില്ലാളി പറഞ്ഞു, എനിക്കിനി പോകാതെ പറ്റില്ല, ഞാൻ ഒരു ജോലിയുമായിട്ട് ഇറങ്ങിയതാണ്. ആ സ്ത്രീ ചോദിച്ചു, എന്ത് ജോലിയാണ്? വില്ലാളി പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് കലശലായ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ആർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് നിന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത സാധനം കൊണ്ടുവരണമെന്ന് അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. അതെന്ത് സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതും അന്വേഷിച്ച് നടക്കുകയാണ്. എൻ്റെ ഭാര്യ എനിക്കൊരുണ്ട നൂല് തന്നിരുന്നു. അതിൻ്റെ പിന്നാലെ നടന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭാര്യയുടെ ജ്യേഷ്ഠത്തി പറഞ്ഞു, ഞാൻ നിനക്ക് മറ്റൊരുണ്ട നൂല് തരാം. അതൊരു പട്ടു നൂലാണ്. നീ അതിൻ്റെ പിന്നാലെ പോയാൽ മതി. ചിലപ്പോൾ നിനക്ക് നീ ഉദ്ദേശിക്കുന്ന സാധനം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷെ അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വില്ലാളി ആ കൂടാരത്തിൽ നിന്നിറങ്ങി 3 അടി നടന്നിട്ട് ആ പട്ടുനൂലുണ്ട് താഴെയിട്ടു. അത് ഉരുണ്ടുരുണ്ട് പോകാൻ തുടങ്ങി. അയാൾ അതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ നടന്ന് വിശ്രമിക്കാതെ അനേകം പകലുകളും രാത്രികളും അയാൾ യാത്ര ചെയ്തു. ഇരുൾ മൂടിയ കൊടുങ്കാടിനെ പിന്നിട്ട് അയാളൊരു പുൽപ്രദേശത്തുകൂടി 30 രാത്രിയും പകലും നടന്നു. അങ്ങനെ അയാൾ മറ്റൊരു കൊടുങ്കാട്ടിലെത്തി. നൂലുണ്ടയാണെങ്കിൽ മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മരക്കമ്പുകൾ തട്ടിയിട്ട് വില്ലാളിയുടെ കൈകളും ദേഹവും ഒക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പല കമ്പുകളും അയാളുടെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അയാൾ എങ്ങും നിൽക്കാതെ അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. നടന്ന് അവസാനം ആ നൂലുണ്ട മറ്റൊരു കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെല്ലുകയും അതോടെ അപ്രത്യക്ഷമാകുകയും ചെയ്തു. വില്ലാളി ആ കൂടാരത്തിൻ്റെ വാതിലിൽ ചെന്ന് അകത്തേക്ക് തലയിട്ട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എന്ന് വില്ലാളിയോട് ചോദിച്ചു. വില്ലാളി പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ വില്ലാളിയാണ്. ഞാൻ വളരെ അകലെ നിന്ന് വരികയാണ്. എനിക്കിനി വളരെ ദൂരം പോകാനുമുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം അകത്തേക്ക് വരൂ. അകത്ത് വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കൂ. അവർ അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അന്നും വില്ലാളി ക്ഷീണിച്ചുറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അയാൾ കൈയും മുഖവും കഴുകിയിട്ട് തൻ്റെ ചീപ്പെടുത്ത് മുടി ചീകി. അപ്പോൾ ആ സ്ത്രീ ഓടി വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ? ഈ ചീപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ തന്നതാണ്. അപ്പോൾ ആ കൂടാരത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവർ പറഞ്ഞു, അതെൻ്റെ അനുജത്തിയാണ്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് സൽക്കരിച്ചേനെ. അവരെ നല്ല ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി വില്ലാളിക്ക് വിളമ്പി. വില്ലാളിയോട് 2-3 ദിവസം തൻ്റെ കൂടെ താമസിക്കാൻ അപേക്ഷിച്ചു.
അങ്ങനെ ആ വില്ലാളി ഒരു 3 ദിവസം ആ കൂടാരത്തിൽ താമസിച്ചു. 3-ാം ദിവസം അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് പോകാതെ പറ്റില്ല, എനിക്ക് വലിയൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്, എന്നിട്ട് വേണം നിങ്ങളുടെ അനുജത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചെത്താൻ. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്താ നിൻ്റെ ജോലി, എന്നോട് പറയൂ. അവൻ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് തീരെ സുഖമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരും അറിയാത്ത സ്ഥലത്ത് നിന്ന് ആർക്കും അറിയാത്തൊരു സാധനം കൊണ്ടുവരാനുണ്ട്. നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനൊരു സാധനത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ നോക്കട്ടെ, നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അവർ തൻ്റെ കൂടാരത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഒരു സ്വർണ്ണക്കുഴലെടുത്ത് ഊതാൻ തുടങ്ങി. അതിൽ നിന്ന് നല്ല ഭംഗിയുള്ളൊരു ശബ്ദം പുറത്തേക്ക് വന്ന് കാട് മുഴുവൻ നിറഞ്ഞു. ഉടൻ തന്നെ ആ പുല്ലിലും കാട്ടിലുമുള്ള വന്യമൃഗങ്ങളും ആകാശത്തുള്ള പറവകളും ഭൂമിക്കടിയിൽ നിന്നുള്ള പുഴുക്കളും എന്നുവേണ്ട ജീവജാലങ്ങളും മുഴുവൻ പാഞ്ഞും പറന്നും ഇഴഞ്ഞും ചാടിയും അവിടെ വന്ന് നിറഞ്ഞു. അവർ ആ സ്ത്രീയുടെ ചുറ്റും വട്ടത്തിൽ വന്ന് നിന്നു. ആ സ്ത്രീ ചോദിച്ചു, എല്ലായിടത്തും പോവുകയും പറന്നും പാഞ്ഞും ഒക്കെ വളരെ ദൂരം എത്തുകയും എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ, നിങ്ങൾക്ക് ആകൃതിയും രൂപവും ഇല്ലാത്തൊരു സാധനം എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമെന്നും അറിഞ്ഞുകൂടാ എങ്കിൽ അറിഞ്ഞുകൂടാ എന്നും പറയണം. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഓരോ മൃഗങ്ങളും ഓരോ പക്ഷികളും ഓരോ ഇഴജന്തുക്കളും ഓരോ പ്രാണികളും അവളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് തിരിച്ചുപോയി. ആ സ്ത്രീക്ക് വലിയ സങ്കടമായി. പക്ഷേ അവൾ വീണ്ടും ഒരു കുഴലെടുത്ത് ഒന്നുകൂടി ഊതി. അപ്പോഴും മനോഹരമായ സംഗീതം കാട് മുഴുവൻ നിറഞ്ഞു. ഉടൻ തന്നെ മീനുകൾ, ആമകൾ, തവളകൾ, പാമ്പുകൾ, ഞണ്ടുകൾ, കൊഞ്ചുകൾ തുടങ്ങിയ എല്ലാ ജലജന്തുക്കളും അവളുടെ ചുറ്റും വന്നു കൂടി. അവൾ ചോദിച്ചു, എല്ലായിടത്തും പോവുകയും വിദൂരങ്ങളായ ജലാശയങ്ങളിൽ നീന്തി നടക്കുകയും എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ നിങ്ങൾക്ക് ആകൃതിയും രൂപവും ഇടവും ഇല്ലാത്തൊരു സാധനം എവിടെയായിരിക്കുന്നതെന്ന് അറിയാമോ? അറിയാവുന്നവർ വന്നിട്ട് എനിക്കറിയാമെന്നും അറിയാത്തവർ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോയിക്കോളൂ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വിളിച്ചുകൊണ്ട് മത്സ്യങ്ങളും ആമകളും പാമ്പുകളും തവളകളും ഞണ്ടുകളും കൊഞ്ചുകളും ഒക്കെ അവരവരുടെ തടാകങ്ങളിലേക്കും നദികളിലേക്കും ഒക്കെ മടങ്ങിപ്പോയി. പക്ഷെ ഒരു വലിയ ഞണ്ട് മാത്രം പോയില്ല. അവൻ ആദ്യം വെള്ളത്തിനടുത്തേക്ക് ഇഴഞ്ഞു പോയെങ്കിലും പിന്നീട് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും വെള്ളത്തിനടുത്തേക്ക് തന്നെ തിരിഞ്ഞുപോയി. അപ്പോൾ ആ കൂടാരത്തിൻ്റെ ഉടമസ്ഥയെ സ്ത്രീ ഞണ്ടിനോട് വിളിച്ചു ചോദിച്ചു, നിനക്കെന്താ ഒരു സംശയം? നിനക്കെന്തെങ്കിലും അറിയാമോ? അപ്പോൾ ഞണ്ട് പറഞ്ഞു, ഞാൻ ഞണ്ടുകളുടെ രാജാവാണ്. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയാമെന്നാണ് തോന്നുന്നത്, പക്ഷേ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിനക്കറിയാവുന്ന കാര്യം പറയൂ, ഒന്നും അറിയാത്തതിനേക്കാളും നല്ലതല്ലേ കുറച്ചെന്തെങ്കിലും അറിയുന്നത്. അപ്പം ഞണ്ട് പറഞ്ഞു, ഈ ആകൃതിയും രൂപവും ഇടവും ഒന്നും ഇല്ലാത്തൊരു സാധനം തെക്കോട്ട് പോകുന്നൊരിടത്തുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തേടിപ്പോകുന്ന ആൾ 1 മാസത്തോളം തെക്കോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ അയാളൊരു കടലിനടുത്തെത്തും. ആ കടലിൻ്റെ കരയിൽ കൂടി അയാൾ പടിഞ്ഞാറോട്ട് പോകുമ്പം അവിടെ ഒരു പാലം കാണും. ആ പാലം കയറി അയാൾ കടലിൻ്റെ മറുകര എത്തണം. അപ്പോൾ അവിടെ ഒരു വഴി കാണും. ആ വഴിയിലൂടെ വീണ്ടും തെക്കോട്ട് 1 മാസം കൂടെ പോകണം. അപ്പോൾ ഒരു കാട്ടിലെത്തും. ആ കാട്ടിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്, 2 ചക്രച്ചാലുള്ളൊരു വഴി. ആ വഴി അവസാനിക്കുന്നിടത്ത് എന്തോ ഒന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതും പറഞ്ഞുകൊണ്ട് ഞണ്ട് തടാകത്തിലേക്ക് ഇഴഞ്ഞുപോയി. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, വില്ലാളി വീര, ഞണ്ടുകളുടെ രാജാവ് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇതല്ലാതെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. അപ്പോൾ വില്ലാളി പറഞ്ഞു, എന്തായാലും ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനിപ്പോൾ തന്നെ യാത്ര തിരിക്കുകയാണ്. വില്ലാളിക്ക് യാത്രയിൽ കഴിക്കാൻ കുറച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ ആ സ്ത്രീ തയ്യാറാക്കി നൽകി. അതെല്ലാം പൊതിഞ്ഞെടുത്ത് അവളോട് യാത്രയും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും യാത്ര തിരിച്ചു. ഒരു നിമിഷം പോലും വിശ്രമിക്കാനിരിക്കാതെ അയാൾ 1 മാസം മുഴുവൻ യാത്ര ചെയ്ത് കടലിനടുത്തെത്തി. വളരെ വലിയൊരു കടലായിരുന്നു അത്. കടലിൻ്റെ കരയിലൂടെ അയാൾ പടിഞ്ഞാറോട്ട് കുറേ ദൂരം നടന്നു. അങ്ങനെ 1 മാസം നടന്നപ്പോൾ അവിടെ ഒരു പാലം കണ്ടു. അയാൾ ആ പാലത്തിലൂടെ നടന്ന് മറുകരയിലെത്തി. അവിടെ കണ്ട വഴിയിലൂടെ അയാൾ വീണ്ടും തെക്കോട്ട് 1 മാസം കൂടി നടന്നു. അപ്പോൾ ഒരു വലിയ കാട് കണ്ടു. അയാൾ ആ കാട്ടിനുള്ളിൽ 2 ചക്രച്ചാലുള്ള വഴിയിലൂടെ കുറേ ദൂരം മുന്നോട്ട് നടന്നു. അങ്ങനെ അവസാനം അയാൾ വഴി അവസാനിക്കുന്നിടത്തെത്തി. പിന്നെ എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞു തിരിഞ്ഞ് മറ്റൊരു വഴി പോകുന്നത് അയാൾ കണ്ടു. അയാൾ അതിലൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്നൊരു കുറ്റിക്കാട്ടിലെത്തി. കുറ്റിക്കാട്ടിലെത്തിയതോടെ വഴി അവിടെ അവസാനിച്ചു. അയാൾ ആ കുറ്റിക്കാടിനിടയിലൂടെ മരങ്ങൾ വകഞ്ഞു മാറ്റി അവിടെയൊക്കെ നടന്നു നോക്കി, എന്തെങ്കിലും കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ശരിക്കും പ്രകാശം പോലും ഇല്ല.
അയാൾ കാലുകൊണ്ട് ചവിട്ടി നോക്കുകയും കൈകൊണ്ട് പരതി നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ അന്വേഷിച്ച പോലെ തറയിലൊരു ഗുഹ കണ്ടു. ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ പടികളുണ്ടായിരുന്നു. അയാൾ ആ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി ഒരു തുരങ്കത്തിലെത്തി. അതുവഴി അയാൾ കുറേ തപ്പി തടഞ്ഞ് മുന്നോട്ട് നടന്നു. അതിനുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. കുറേ ദൂരം ചെന്നപ്പോൾ അരണ്ട വെളിച്ചമുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു കുടിലുണ്ടായിരുന്നു. അയാൾ ആ കുടിലിനുള്ളിൽ കയറി ചുറ്റും നോക്കി. ആരുമില്ല, ഒരു ശബ്ദവും കേൾക്കുന്നില്ല. പക്ഷേ അത് വൃത്തിയായിരുന്നു. അവിടെ ആരോ വരുന്നുണ്ട് എന്നയാൾക്ക് തോന്നി. ഒരു പക്ഷേ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരിക്കണം. രാക്ഷസന്മാരാരെങ്കിലും ആണെങ്കിൽ അവർ വരുമ്പോൾ തന്നെ കണ്ണൽ പിടിച്ച് തിന്നു കളയും. അതുകൊണ്ട് അയാൾ ചുറ്റും നോക്കിയപ്പോൾ ആ കുടിലിൻ്റെ ഭിത്തിയിൽ ഒരു വലിയ പൊത്ത് കണ്ടു. അയാൾ ആ പൊത്തിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോഴേക്ക് വണ്ടി ചക്രങ്ങളുടെ ശബ്ദം കേട്ടു. അത് വലിയ ശബ്ദമായിരുന്നു. അതൊരു സാധാരണ വണ്ടിയല്ല എന്നയാൾക്ക് മനസ്സിലായി. അയാൾ ആ പൊത്തിനുള്ളിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് എന്താണ് വരുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു വണ്ടി കുടിലിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. പിന്നെ വളരെ വലിപ്പമുള്ളൊരു രാക്ഷസൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അയാൾ വളരെ മോടിയുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. വിലപിടിപ്പുള്ള ആയുധങ്ങൾ അരപ്പട്ടയിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ആ ഭീമൻ ആയുധങ്ങളൊക്കെ അഴിച്ച് ഭിത്തിയിൽ തൂക്കിയിട്ടു. എന്നിട്ട് മേൽവസ്ത്രങ്ങളൊക്കെ അഴിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരയയിൽ തൂക്കിയിട്ടു. ഇതിന് നിലത്തിരുന്നിട്ട് പറഞ്ഞു, വാ മുർസ, എനിക്ക് വിശക്കുന്നു. അപ്പോഴേക്കും മഞ്ഞ പൂക്കളുള്ള ഒരു തുണി അയാളുടെ മുന്നിൽ നിവർന്നു വന്നു. എന്നിട്ട് അതിന് മേലെ സ്വാദേറിയ വിഭവങ്ങളും പാനീയങ്ങളും പഴങ്ങളും ഒക്കെ നിറഞ്ഞു. വായ്ക്ക് രുചിയും മനസ്സുന്മേഷവും പകരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അതിന്മേലുണ്ടായിരുന്നു. വയറ് നിറയെ ആ ഭീമൻ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ മുർസ, എടുത്തുകൊണ്ട് പോ. ഉടൻ തന്നെ മഞ്ഞ പൂക്കളോട് കൂടിയ തുണിയും പാത്രങ്ങളും എല്ലാം അപ്രത്യക്ഷമായി. അവ വായുവിൽ ലയിച്ചു ചേർന്നതുപോലെ വില്ലാളിക്ക് തോന്നി. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം രാക്ഷസൻ തൻ്റെ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു, ആയുധങ്ങളെടുത്ത് അണിഞ്ഞു. എന്നിട്ട് കുടിലിന് പുറത്തേക്ക് പോയി. അയാളുടെ വണ്ടിച്ചക്രങ്ങൾ അകന്നകന്നു പോകുന്ന ശബ്ദം പൊത്തിനുള്ളിലിരുന്ന് വില്ലാളി കേട്ടു. അയാൾ പോയി എന്നുറപ്പ് വരുത്തിയതിന് ശേഷം വില്ലാളി ആ പൊത്തിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഈ രാക്ഷസൻ ചെയ്ത വിദ്യ താനോടൊന്ന് ചെയ്ത് നോക്കാം എന്നയാൾ കരുതി. അയാൾ ആ വീടിനുള്ളിൽ നിലത്ത് വന്നിരുന്നു. എന്നിട്ട് രാക്ഷസൻ പറഞ്ഞതുപോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാ മുർസ, എനിക്ക് വിശക്കുന്നു. ഉടൻ തന്നെ അയാളുടെ മുന്നിൽ മഞ്ഞ പൂക്കളോട് കൂടിയ തുണി ആരോ കൊണ്ടുവന്ന് വിരിച്ചു. എന്നിട്ട് വായ്ക്ക് രുചിയും മനസ്സുന്മേഷവും പകരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അതിന്മേൽ പ്രത്യക്ഷപ്പെട്ടു. വില്ലാളി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, മുർസ, നീ എവിടെയാണ്? നീ ഭക്ഷണം കഴിച്ചോ? നീയും കൂടി വന്നിരുന്ന് ഭക്ഷണം കഴിക്ക്. ഇത് പറഞ്ഞ ഉടനെ മുർസ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മുർസ ആരാണ് എന്ന് വില്ലാളിക്ക് കാണാൻ വയ്യായിരുന്നു. പക്ഷേ ആരോ അയാളുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി. അങ്ങനെ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ മുർസ പറഞ്ഞു, എത്രയോ കാലമായിട്ട് ഈ ഭീമന് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. ഏകദേശം 10-30 വർഷമായി കാണണം അയാൾ ഈ കുടിലിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഒരിക്കൽ പോലും അയാൾ എന്നോട് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. കൂടെ കഴിക്കാൻ എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഒരേ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ കൂടെ കഴിക്കാൻ വിളിച്ചു. അതുകൊണ്ട് ഞാനിനി നിങ്ങളുടെ കൂടെ വരികയാണ്. ഞാൻ നിങ്ങളെ വിട്ടു പോവുകയില്ല. എനിക്കതിന് സന്തോഷമേ ഉള്ളൂ എന്ന് വില്ലാളി പറഞ്ഞു. വില്ലാളിക്ക് മനസ്സിലായി താൻ അന്വേഷിച്ചു വന്നത് മുർസായാണ്. അവന് രൂപമില്ല, ആകൃതിയില്ല, ഇടമില്ല. അങ്ങനെ വില്ലാളി മുർസായം കൊണ്ട് പോകാനിറങ്ങി. ഭൂമിക്കടിയിലുള്ള കുടിയിൽ നിന്ന് അവരൊരുമിച്ച് പുറത്തിറങ്ങി. തുരങ്കത്തിലൂടെ നടന്നു. ഗുഹയുടെ പുറത്തെത്തി. കുറേ ദൂരം നടന്നപ്പോൾ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം ദൂരെ എവിടെയോ കേട്ടു. അപ്പോൾ മുർസ പറഞ്ഞു, ദാ ഞാൻ ഇത്ര കാലം ഭക്ഷണം കൊടുത്തിരുന്ന രാക്ഷസൻ എന്നെ അന്വേഷിച്ച് പോവുകയാണ്. അയാളിപ്പോൾ എൻ്റെ കുടിലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് ഭക്ഷണം വിളമ്പാൻ ഞാനില്ലായിരിക്കും. ഞാനിനി അയാളുടെ കൂടെ പോവാനേ പോകുന്നില്ല. ഞാനിനി എന്നും നിൻ്റെ കൂടെയാണ്. എന്തായാലും മുർസയും കൂട്ടി വില്ലാളി കുറേ ദൂരം നടന്നു. കാട്ടിലൂടെയാണ് യാത്ര. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു കൂടാരം കണ്ടു. ആ കൂടാരത്തിനടുത്ത് ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു. സന്യാസിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ ഒരുപാട് ദൂരമായിട്ട് യാത്ര ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ കഴിഞ്ഞോട്ടെ. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ ഒരുപാട് കാലമായി ഒരു മനുഷ്യനെ കണ്ടിട്ട്. ഇതുവഴി ആരും വരാറ് പോലുമില്ല. നിങ്ങൾ എവിടുന്ന് വരുന്നു? അപ്പോൾ വില്ലാളി പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ദൂരദേശങ്ങളിൽ സഞ്ചരിച്ച ശേഷം വരികയാണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്.
അപ്പോൾ സന്യാസി പറഞ്ഞു, നിങ്ങളിവിടെ രാത്രി ചിലവഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ആഹാരമൊന്നുമില്ല. വില്ലാളി പറഞ്ഞു, അത് സാരമില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് കിടക്കാനൊരു സ്ഥലം തന്നാൽ മതി. എന്നാൽ ശരി, ഇവിടെ കിടന്നോളൂ എന്ന് സന്യാസി പറഞ്ഞു. അങ്ങനെ വില്ലാളി അന്ന് രാത്രി ആ സന്യാസിയുടെ കൂടാരത്തിൽ ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റ് അയാൾ പോകാൻ ഇറങ്ങുമ്പോൾ സന്യാസി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയായിരുന്നു. കുറേ പഴകിയ പഴങ്ങളായിരുന്നു ഈ സന്യാസിയുടെ ഭക്ഷണം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഈ സന്യാസി വില്ലാളിയോട് പറഞ്ഞു, ഞാൻ കഴിക്കുന്ന എന്താണെന്ന് കണ്ടില്ലേ, ഈ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, ഇത് പഴകിയ പഴങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പങ്ക് നിങ്ങൾക്ക് തരാത്തത്. അപ്പോൾ വില്ലാളി പറഞ്ഞു, അത് സാരമില്ല, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചോളാം, എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്. അയാളുടെ തന്നെ മുർസായെ വിളിച്ചു, വാ മുർസ, എനിക്ക് വിശക്കുന്നു. അയാൾ പറയേണ്ട താമസം അയാളുടെ മുന്നിൽ പലതരം വിഭവങ്ങൾ നിറച്ച മഞ്ഞപ്പൂക്കളോട് കൂടിയ തുണി നിരന്നു. വായ്ക്ക് രുചിയും മനസ്സിന് ഉന്മേഷവും പകരുന്ന സർവ്വതും അവിടെ ഉണ്ടായിരുന്നു. കഴിക്കാനിരിക്കുമ്പോൾ വില്ലാളി മുനിയോട് ചോദിച്ചു, അങ്ങും കൂടെ വന്ന് കൂടുന്നു എൻ്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. മുനി വളരെ സന്തോഷത്തോടെ വില്ലാളിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. അത്ര രുചിയേറിയ ഭക്ഷണം ഈ സന്യാസിന് മുമ്പ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വില്ലാളി എഴുന്നേറ്റ് പറഞ്ഞു, ഇതെടുത്ത് മാറ്റൂ മുർസ. ഉടൻ തന്നെ മഞ്ഞപ്പൂക്കളോട് കൂടിയ വസ്ത്രവും അതിന്മേലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായി. താൻ കഴിച്ച സ്വാദേറിയ ഭക്ഷണം സന്യാസിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സന്യാസി വില്ലാളിയോട് ചോദിച്ചു, ഈ മാന്ത്രിക തുണി വിരിക്കുന്ന മുർസായെ എനിക്ക് തരാമോ? പകരം ഞാൻ നിനക്ക് നല്ലൊരു സാധനം തരാം. വില്ലാളി പറഞ്ഞു, ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഞാൻ മുർസായെ തരികയില്ല. ഞാൻ മുർസായെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരെ യാത്ര ചെയ്തത്. ഞാൻ അവനെ മറ്റൊന്നിനു വേണ്ടിയും വെച്ച് മാറുകയില്ല. പക്ഷേ മുനി വിട്ടുകൊടുത്തില്ല. മുനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വളരെ വിശിഷ്ടമായൊരു സാധനം തരാം. അത് ഒരു വലിയ തൂവാലയാണ്. ആ തൂവാല വീശിക്കൊണ്ട് കൊട്ടാരം വരട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഉടൻ തന്നെ അതിമനോഹരമായൊരു കൊട്ടാരം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഞാനൊരു സന്യാസിയല്ലേ, എനിക്ക് കൊട്ടാരവും അതിൻ്റെ സുഖസൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇത് നീ എടുത്തോളൂ. പകരം എനിക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുർസായെ തന്നാൽ മതി. എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഭക്ഷണം അന്വേഷിക്കാൻ പോകാതെ അത്ര സമയം കൂടി എനിക്കിതൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ വില്ലാളി പറഞ്ഞു, ഇല്ല, ഞാൻ മുർസായെ ആർക്കും കൊടുക്കുകയില്ല. അപ്പോൾ മുർസ വില്ലാളിയുടെ ചെവിയിൽ വന്ന് പറഞ്ഞു, സാധാരണ സന്യാസിമാർ ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയില്ല. അപ്പോൾ ഇയാൾ നല്ല സന്യാസിയൊന്നുമല്ല. നീ അയാളോട് പറഞ്ഞോളൂ എന്നെ കൊടുക്കാമെന്ന്, വേണ്ടത് ഞാൻ ചെയ്തോളാം. പകരം നീ ആ തൂവാല വാങ്ങിക്കുക. അങ്ങനെ മുർസായുടെ നിർദ്ദേശപ്രകാരം വില്ലാളി സന്യാസിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുർസായെ എടുത്തോളൂ, പകരം എനിക്ക് ആ തൂവാല തന്നാൽ മതി. അങ്ങനെ സന്യാസിയുടെ കയ്യിൽ നിന്ന് വീശിയാലുടനെ കൊട്ടാരം സൃഷ്ടിക്കുന്ന തൂവാല വില്ലാളി വാങ്ങിയിട്ട് മുർസായെ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് തൂവാലയും വാങ്ങിക്കൊണ്ട് വില്ലാളി വീണ്ടും യാത്ര തുടങ്ങി. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അയാൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം യാത്ര ചെയ്തത്? മുർസായെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ മുർസായെ താൻ കൊടുത്തിട്ട് വെറും ഒരു തൂവാല വാങ്ങിക്കൊണ്ട് നടന്നു പോരുകയാണ്. താൻ എന്തൊരു മണ്ടനാണ്, ഇതൊരിക്കലും താൻ ചെയ്യരുതായിരുന്നു, ആലോചനയില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു. ഇതൊക്കെ ഓർത്തുകൊണ്ട് വില്ലാളി വളരെ വിഷമത്തോടെ മുന്നോട്ട് നടന്നപ്പോൾ മുർസ പറഞ്ഞു, വില്ലാളി വീരാ, നീ വിഷമിക്കുകയേ വേണം, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടു പിരിയാനേ പോകുന്നില്ല. അപ്പോൾ വില്ലാളി ചോദിച്ചു, അയ്യോ ആ സന്യാസിയുടെ കാര്യമോ? മുർസ പറഞ്ഞു, അയാളുടെ ജോലി പ്രാർത്ഥിക്കുകയല്ല, അയാൾ പോയി പ്രാർത്ഥിക്കട്ടെ, ഞാനൊരിക്കലും അയാളുടെ കൂടെ നിൽക്കുകയില്ല. അങ്ങനെ വില്ലാളിക്ക് വലിയ സന്തോഷമായി. അയാളുടെ കൂടെ ഇപ്പോൾ മുർസായുമുണ്ട്, കൊട്ടാരം ഉണ്ടാക്കാൻ പറ്റിയൊരു തൂവാലയുമുണ്ട്. എത്രയും പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ അടുത്ത് തിരിച്ചെത്താൻ വേണ്ടി അയാൾ വേഗം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് അയാൾ കടൽക്കരയിലെത്തി. അവിടുന്ന് 1 മാസം കൂടി യാത്ര ചെയ്താലേ അയാൾക്ക് ആ പാലത്തിനടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. ആ പാലത്തിനടുത്ത് നിന്ന് വീണ്ടും 1 മാസം കൂടി യാത്ര ചെയ്താലേ അയാൾക്ക് തിരിച്ചു പോകാനുള്ള വഴിയുടെ അടുത്തെത്താൻ പറ്റുകയുള്ളൂ. അയാൾക്ക് വലിയ വിഷമം തോന്നി, എത്ര കാലം യാത്ര ചെയ്യണം തിരിച്ചെത്താൻ. അപ്പോഴുണ്ട് കടൽ തീരത്തോട് വലിയൊരു കപ്പൽ പോന്നു. അയാൾ വിചാരിച്ച് ഈ കപ്പലിൽ കയറുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ വീട്ടിലെത്താൻ പറ്റിയേനെ. അയാൾ അവിടെ നിന്നുകൊണ്ട് കപ്പലിലെ ആൾക്കാരോട് വിളിച്ചു ചോദിച്ചു, എന്നെ കൂടെ കൊണ്ടുപോകാമോ, എന്നെ വേഗം ഒന്ന് മറുകര എത്തിച്ചു തരാമോ? അപ്പോൾ കപ്പലിലെ കപ്പിത്താൻ പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോളൂ, കയറിക്കോളൂ. അങ്ങനെ വില്ലാളി കപ്പലിൽ കയറി. ഈ കപ്പലിൽ കുറേ പട്ടാളക്കാരായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അവരുടെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാർക്കൊക്കെ വിശന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. വില്ലാളി അവിടെ ഇരിക്കുന്നത് അവർ നോക്കിയതേ ഇല്ല. അവർ മാത്രം ഭക്ഷണം കഴിച്ച് വില്ലാളിക്കൊന്നും കൊടുത്തില്ല. വില്ലാളി നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ കപ്പലിൽ കയറ്റി, പക്ഷേ ഭക്ഷണം തരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് വളരെ കുറച്ച് ഭക്ഷണം ഈ കപ്പലിലുള്ളൂ. ഒരുപാട് കാലം യാത്ര ചെയ്യാനുള്ളതാണ്.
അതുകൊണ്ട് ഉള്ള ഭക്ഷണം ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് തരാനില്ല. നീ എത്ര കാലം ഈ കപ്പലിലിരിക്കുന്നോ അത്ര കാലം പട്ടിണി ഇരുന്നേ പറ്റുകയുള്ളൂ. വില്ലാളി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം തരാം. കയ്യിലൊന്നുമില്ലാതെ കപ്പലിൽ കയറിയിട്ട് എല്ലാവർക്കും ഭക്ഷണം തരാമെന്ന് പറയുന്നു. ഇത് കേട്ട കപ്പലിലുള്ള ആൾക്കാരൊക്കെ വില്ലാളിയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പോയി അവരുടെ കപ്പിത്താനോട് കാര്യങ്ങൾ പറഞ്ഞു. തലവനുടനെ വില്ലാളിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ ഒരു വലിയ പൊങ്ങച്ചക്കാരനാണെന്ന് ഞാൻ കേട്ടല്ലോ. നിൻ്റെ പൊങ്ങച്ച ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ. നീ എന്ത് ചെയ്യാമെന്ന് ആൾക്കാരോട് പറഞ്ഞത്? വില്ലാളി പറഞ്ഞു, ഞാൻ പറഞ്ഞത് നേരാണ്, പൊങ്ങച്ചമല്ല. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പാം. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ മുർസയോട് പറഞ്ഞു, മുർസ വേഗം വരൂ, ഈ ഭടന്മാർക്കൊക്കെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്ക്. ഉടൻ തന്നെ കപ്പലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മഞ്ഞപ്പൂക്കളോട് കൂടി ഒരു തുണിച്ചൂരൽ നിവർന്നു വന്നു. അതിൽ എല്ലാത്തരം വിഭവങ്ങളും പാനീയങ്ങളും പഴങ്ങളും നിരന്നു. വായ്ക്ക് രുചിയും മനസ്സിന് ഉന്മേഷവും പകരുന്ന സർവ്വതും അവിടെ ഉണ്ടായിരുന്നു. ഭടന്മാർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. മതിയോ? വില്ലാളി ചോദിച്ചു. മതിയായി, ഭടന്മാർ വിളിച്ചു പറഞ്ഞു. മുർസ, ഇതൊക്കെ എടുത്തു മാറ്റ് എന്ന് വില്ലാളി പറഞ്ഞതോടെ തുണിയും പാത്രങ്ങളും ഭരണികളും എല്ലാം അപ്രത്യക്ഷമായി. ഇത്ര അത്ഭുതകരമായ ഒന്ന് ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്ന് കപ്പലിലുണ്ടായിരുന്ന ഭടന്മാർ പറഞ്ഞു. അതിലെ കപ്പിത്താനെ ഇപ്പോൾ എങ്ങനെയെങ്കിലും മുർസായെ കൈക്കലാക്കണം. അവനെ ഞങ്ങൾക്ക് തരാമോ? അയാൾ വില്ലാളിയോട് ചോദിച്ചു. പകരം അത്ഭുതകരമായ ഒന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. വില്ലാളി ചോദിച്ചു, അതെന്താ വലിയ അത്ഭുതകരമായ കാര്യം? കപ്പിത്താൻ ഒരു സ്വർണ്ണ വടി പുറത്തെടുത്തു. അതിന് ഒരറ്റം നേർത്തതും മറ്റേ അറ്റം തടിച്ചതുമായിരുന്നു. ആ വടി കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ വടി ഞാൻ നിങ്ങൾക്ക് തരും. ഇതൊരു മന്ത്രവടിയാണ്. ഇതിൻ്റെ തടിച്ച അറ്റം കൊണ്ട് നിലത്തൊന്ന് അടിച്ചാൽ വെട്ടിത്തിളങ്ങുന്ന പടച്ചട്ടയും ഉരുക്കുകൊണ്ടുള്ള വാളും ധരിച്ച എണ്ണമറ്റ കുതിരപ്പടയാളികൾ പ്രത്യക്ഷപ്പെടും. നേർത്ത അറ്റം, വണ്ണം കുറഞ്ഞ അറ്റമാണ് നിലത്തടിക്കുന്നതെങ്കിൽ അമ്പും വില്ലും ധരിച്ച എണ്ണമറ്റ പടയാളികൾ പ്രത്യക്ഷപ്പെടും. ഇത് കണ്ടപ്പോൾ മുർസ വില്ലാളിയുടെ ചെവിയിൽ പറഞ്ഞു, അത് വാങ്ങിക്കോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. അങ്ങനെ മുർസായെ കൊടുത്തിട്ട് വില്ലാളി ഈ വടി വാങ്ങി. താമസിക്കാതെ അവർ മറുകരയിലെത്തി. കപ്പലിൽ നിന്നിറങ്ങിയതോടെ കപ്പലിലുണ്ടായിരുന്ന ഭടന്മാരൊരു വഴിക്കും വില്ലാളി മറ്റൊരു വഴിക്കും പോയി. നടന്നു പോകുന്ന വഴിക്ക് അയാൾ വിളിച്ചു ചോദിച്ചു, മുർസ, നീ എൻ്റെ കൂടെ ഉണ്ടോ? മുർസ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ നിങ്ങളെ വിട്ട് എവിടെ പോകാനാണ്? അങ്ങനെ നമ്മുടെ വില്ലാളിക്ക് മുർസായുണ്ട്, സ്വർണ്ണ വടിയുണ്ട്, ഒരു മാന്ത്രിക തൂവാലയുമുണ്ട്. ഇതെല്ലാം കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ വളരെ ദിവസം യാത്ര ചെയ്ത് ഒരു പാതിരാത്രി ആയപ്പോഴേക്കും തൻ്റെ സ്വന്തം രാജ്യത്തെത്തി. വില്ലാളി തൻ്റെ കൂടാരത്തിൽ കയറി ഭാര്യയെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, വേഗം എഴുന്നേക്ക്, ഞാൻ വന്നു. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. അവൾ എഴുന്നേറ്റ് വേഗം തീ കത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് സുഖം തന്നെയല്ലേ? അയാൾ താൻ പോയ കഥകളെല്ലാം ഭാര്യയോട് വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങ് പോയതിന് ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വില്ലാളി ചോദിച്ചു, അതെന്ത് പറ്റി? നീ എൻ്റെ രാജ്യത്ത് സുരക്ഷിതയായിരുന്നില്ലേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയതോടെ നമ്മുടെ രാജാവിൻ്റെ അസുഖമൊക്കെ മാറി. അയാൾക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് നിങ്ങൾ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അങ്ങ് ആവശ്യപ്പെട്ട മരുന്ന് തേടിപ്പോയിരിക്കുകയാണ്. ആ മരുന്നും കൊണ്ട് അദ്ദേഹം ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ രാജാവ് അതൊന്നും വിശ്വസിക്കുന്നേയില്ല. അങ്ങ് മരിച്ചുപോയി എന്ന് അദ്ദേഹം എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ വില്ലാളിക്ക് മനസ്സിലായി രാജാവ് തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. അവൻ പറഞ്ഞു, എന്നോട് കാട്ടിയ വഞ്ചനയ്ക്കും അന്യായത്തിനും ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉടൻ തന്നെ രാജകൊട്ടാരത്തിനടുത്തേക്ക് പോയി. കൊട്ടാരത്തിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ വില്ലാളി നിന്നു. മാന്ത്രിക തൂവാല വീശിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു കൊട്ടാരം വരട്ടെ. ഉടൻ തന്നെ ഗംഭീരമായൊരു കൊട്ടാരം മാനം മുട്ടുമാർ ഉയർന്നു വന്നു. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന രാജാവിൻ്റെ കൊട്ടാരം ഒരു കുടില് പോലെ തോന്നിച്ചു. വില്ലാളിയും ഭാര്യയും ഉടൻ തന്നെ ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. വില്ലാളി തൻ്റെ വടിയുടെ നേർത്ത അറ്റം കൊണ്ട് നിലത്തടിച്ചു. അപ്പോൾ കുറേയേറെ പട്ടാളക്കാർ അമ്പും വില്ലുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരെ തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ആരെ അകത്തേക്ക് കടത്തിവിടരുത്. അങ്ങനെ അയാളും ഭാര്യയും തൻ്റെ പുതിയ കൊട്ടാരത്തിലേക്ക് ഉറങ്ങാൻ പോയി. രാവിലെ രാജാവ് എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് തൻ്റെ കൊട്ടാരത്തിനടുത്ത് തൻ്റെ കൊട്ടാരത്തിൻ്റെ 100 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു കൊട്ടാരം. അയാളുടൻ തന്നെ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടി. ഇതെവിടുന്ന് വന്നു ഇത്ര വലിയൊരു കൊട്ടാരം? അയാൾ മന്ത്രിമാരോട് ചോദിച്ചു. മന്ത്രിമാർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ ആരും ഇങ്ങനൊരു സാധനം കണ്ടതുപോലുമില്ല. ഇന്ന് രാവിലെയാണിത് കാണുന്നത്. രാജാവും മന്ത്രിമാരും കൂടി ചേർന്ന് ഭടന്മാരെയും കൂട്ടി പുതിയ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു. അവിടെ കുറേ വില്ലാളി വീരന്മാർ കാവൽ നിൽപ്പുണ്ട്. അവരാരെയും അകത്തേക്ക് കടന്നു വിടുന്നില്ല. രാജാവിന് ഇത് കണ്ടപ്പോൾ ആകെ ദേഷ്യം വന്നു.
തൻ്റെ രാജ്യത്ത് തൻ്റെ കൊട്ടാരത്തിനടുത്ത് പുതിയൊരു കൊട്ടാരം. അയാൾ കാവൽക്കാരോട് ചോദിച്ചു, ഇത് ആരുടെ കൊട്ടാരമാണ്, ഇതിനകത്ത് ആരുണ്ട്? അപ്പോൾ ഭടന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവകത്തുണ്ട്, അദ്ദേഹം ഉറങ്ങുകയാണ്. രാജാവ് ഉടൻ തൻ്റെ രാജ്യത്തെ മുഴുവൻ ഭടന്മാരോടും അവിടെ ഹാജരാകാൻ ആജ്ഞാപിച്ചു. ഭടന്മാരെല്ലാവരും പുതിയ കൊട്ടാരത്തിനെ വളഞ്ഞു. അപ്പോഴേക്കും നമ്മളുടെ വില്ലാളി ഉറക്കമുണർന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ മുറ്റം നിറയെ ഭടന്മാർ. അയാൾ തൻ്റെ സ്വർണ്ണ വടിയെടുത്ത് രണ്ടറ്റങ്ങളും മാറി മാറി തറയിലടിച്ചു. കുതിരപ്പട്ടാളക്കാരെയും അമ്പും വില്ലും ധരിച്ച പട്ടാളക്കാരെയും വില്ലാളി തൻ്റെ മന്ത്രവടിയുടെ ശക്തിയാൽ മാറി മാറി സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. രാജാവിൻ്റെ പട്ടാളത്തിന് വില്ലാളിയുടെ പട്ടാളത്തിൻ്റെ മുന്നിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും നിരംപരിശായി. വില്ലാളിയുടെ പട്ടാളക്കാർ പോയി രാജാവിനെ പിടിച്ചു കെട്ടി വില്ലാളിയുടെ മുന്നിൽ ഹാജരാക്കി. വില്ലാളി പറഞ്ഞു, അങ്ങ് എന്നോട് ആരെയാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. പക്ഷേ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. രാജാവ് പറഞ്ഞു, അയ്യോ, എന്നെ കൊല്ലരുത്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാനിനി മേലിൽ നിങ്ങളുടെ ഭാര്യയെ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ വില്ലാളി പറഞ്ഞു, നിങ്ങൾ രോഗം നടിച്ച് എന്നോട് കടുവപ്പാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്നോട് ആർക്കും അറിയാത്ത സ്ഥലത്ത് പോയി ആർക്കും അറിയാത്ത സാധനം തിരക്കാൻ പറഞ്ഞു. ഞാൻ ആകൃതിയോ രൂപമോ ഇടമോ ഇല്ലാത്ത സാധനം കൊണ്ടുവന്നു. ഞാൻ മരിച്ചു പോയിട്ടില്ല, ഞാൻ ജീവനോടിരിപ്പുണ്ട്. ഞാനൊരു കൊട്ടാരം സൃഷ്ടിക്കാനോ ഒരു വലിയ സൈന്യത്തെ സൃഷ്ടിക്കാനോ ഒക്കെ കഴിവുള്ള ഒരാളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കുതന്ത്രങ്ങളൊന്നും എൻ്റെ മുന്നിൽ ഫലിക്കുകയില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. രാജാവായ സർക്കിൻ ഖാൻ പേടിച്ച് അപ്പോൾ തന്നെ ആ രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ധീരനായ വില്ലാളി രാജാവാകാനും നിന്നില്ല. അയാൾ തൻ്റെ ചെറിയ വീട്ടിലേക്ക് തിരിച്ചുപോയി തൻ്റെ ഭാര്യയുമൊത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.